സാരംഗ ഗുഡ് മോർണിംഗ്. വടക്കൻ മേഖലാ ജാഥ ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്നത് യാത്ര തുടരുകയാണ്. അതേസമയം തന്നെയാണ് ഇപ്പോൾ തെക്കൻ മേഖലാ ജാഥയ്ക്ക് ഇന്ന് ചേലക്കരയിൽ തുടക്കമാകുന്നത്. ഇന്ന് ചേലക്കരയിൽ ഉദ്ഘാടനത്തിനപ്പുറത്തേക്ക് മറ്റ് സ്വീകരണ കേന്ദ്രങ്ങളുണ്ടോ? മനു, തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ LDF നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയുടെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ തുടക്കമാകുകയാണ്. ചേലക്കരയിലാണ് അതിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ തുടക്കം. വലിയ രീതിയിലുള്ള ആഘോഷങ്ങളുടെയും ആവശ്യങ്ങളുടെയും പാർട്ടി അണിയറ പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടാണ് ഈ ഉദ്ഘാടനം നടക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ജില്ലയിൽ പര്യടനം നടക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡിന് സമീപത്താണ് വേദി ഒരുക്കിയിട്ടുള്ളത്. ആ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 മണിക്ക് ഈ തെക്കൻ മേഖലാ ജാഥ ഉദ്ഘാടനം ചെയ്യും. നമുക്കറിയാം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥയാണ്. അതിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മാനേജറായിട്ട് എത്തുന്ന ജാഥയാണ്. ജില്ലയിൽ 12 ഇടങ്ങളിലാണ് ഈ ജാഥ നടക്കുന്നത് അല്ലെങ്കിൽ പര്യടനം നടക്കുന്നത്. വലിയ ആഘോഷങ്ങളോടെ വലിയ ആരവത്തോടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന മുന്നേറ്റങ്ങളും നയങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള നടപടികളും ജനദ്രോഹ നടപടികൾ ഉൾപ്പെടെ ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടാണ് ഈ പര്യടനം ജില്ലയിൽ നടക്കുന്നത്. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന ജാഥ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളും പറയും. ജില്ലയിലെ 12 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം. നാളെ വൈകിട്ട് 5-നാണ് ഈ പര്യടനത്തിന് തുടക്കമാകുന്നത്. അതായത് വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ നിന്നാണ് ജാഥ നാളെ വൈകിട്ടോടെ ആരംഭിക്കുന്നത്. അതിനുശേഷം 5 മണിക്ക് ആരംഭിക്കും. അതിനുശേഷം വൈകിട്ട് 6 മണിയോടുകൂടി ഈ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ആദ്യത്തെ ദിവസത്തിൻ്റെ പര്യടനം സമാപിക്കുന്നത്. തുടർന്ന് വ്യാഴാഴ്ച ചാവക്കാട്, മുല്ലശ്ശേരി, ചേർപ്പ്, മതിലകം എന്നിവിടങ്ങളിൽ വലിയ ജനാവലിയോടുകൂടിയുള്ള ഒരു സ്വീകരണം ഈ ജാഥയ്ക്ക് ഉണ്ടായിരിക്കും. അതിനുശേഷം ഈ ജാഥ തേക്കിൻകാട് മൈതാനത്ത് സമാപനമാകും. തുടർന്ന് വീണ്ടും 6-ാം തീയതി തൃശ്ശൂർ ജില്ലയിലെ തന്നെ വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, ചാലക്കുടി എന്നിവിടങ്ങളിലൂടെ പര്യടനം സഞ്ചരിക്കും. അവിടെയും വലിയ സ്വീകരണമാണ് ഈ ജാഥയ്ക്ക് നൽകുന്നത്. തുടർന്നാണ് മറ്റ് ജില്ലകളിലേക്ക്, അതായത് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി തിരുവനന്തപുരത്ത് 15-നാണ് ജാഥ സമാപിക്കുന്നത്. എന്തായാലും ഈ ജാഥ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമാണ്. കാരണം പ്രധാനമായും കേന്ദ്ര സർക്കാർ നടത്തുന്ന ജനദ്രോഹ നയങ്ങളെ തുറന്നു കാട്ടുന്നതിനും അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷം LDF സർക്കാർ സംസ്ഥാനത്തൊട്ടാകെ കൊണ്ടുവന്ന വികസന മുന്നേറ്റങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് സംവദിക്കുന്നതിനും അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ജാഥയാണ് ഈ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ജാഥ സംഘടിപ്പിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഈ ജാഥയ്ക്ക് തുടക്കമാകും. ജാഥയുടെ ക്യാപ്റ്റൻ ഇത്തരത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. അദ്ദേഹം നയിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രങ്ങളിലൂടെ ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ കൂടി ഇന്നിപ്പോൾ യാത്ര ആരംഭിക്കുകയാണ്. വിവരങ്ങളാണ് നമുക്ക് സാരംഗ് നൽകിയത്.